ഹലോ ഗേയ്സ്, അപ്പോൾ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു പഴത്തിൻ്റെ പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുങ്ങനെ ഒന്ന് മുറിച്ചിടാം. അപ്പോൾ എല്ലാം തോല് പൊളിച്ചിൻ്റെ തൂക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ 3 തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുങ്ങനെ മുറിച്ചിടട്ടെ. ചെറിയ തോതിൽ ഒന്ന് മുറിച്ചിടുന്നുണ്ട്. ചെറുങ്ങനെയാകുമ്പോൾ വേഗം കഴിയല്ലോ, വട്ടത്തിലാകുമ്പോൾ കുറേ ഇതുണ്ടാവും. അപ്പോൾ ചെറിയ തോതിൽ മുറിച്ചിടുന്നുണ്ട്. ചെറിയ തോതിൽ ഞാനിത് മുറിച്ചിട്ടിട്ട് കാണിച്ചു തരാം. എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം എന്നിട്ടുള്ള പരിപാടി കാണാം നമുക്ക്. ഏകദേശം മുറിച്ചിട്ട് കഴിയാനായി. ഒന്നും കൂടിയേ ഉള്ളൂ. ഇനി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഇത് എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ പഴം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലെല്ലാം തീയെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്, ഇത് 3-ാം പാല്, ഇതാണ് 3-ാം പാല്. അപ്പോൾ പാലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. 1-ാം പാല്, 2-ാം പാല്. ഒന്നും കൂടി കാണിക്കുന്നതാണ്. നേരത്തെ കണ്ടിട്ടാണ് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടുന്ന് ഇടക്കിടത്ത് ഇങ്ങനെ കാണിക്കും. ഇത് 3-ാം പാല്. അപ്പം ഇനി ഈ അടുപ്പത്ത് നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള സംവിധാനം ചെയ്യാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് പഴം ഇതാക്കൊണ്ട് ഇത് വീട് കുറവാണ്. ശരിക്കും ഉരുകിയിട്ടില്ല. അപ്പോൾ സിമ്മിലാക്കി വെച്ച് ഇതൊന്ന് അടച്ച് വെക്കാം. പഴമൊന്ന് വെന്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഇരിക്കാനുള്ള പരിപാടി നോക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ വെള്ളം ഉരിക്കാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പത്ത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ലോണം ആയില്ല. നമുക്ക് പഴത്തിനെ ഒന്ന് നോക്കാം.
ഇതൊന്ന് എല്ലാം ഒന്ന് ഇളക്കി ചേർക്കാം നമുക്ക്. അപ്പോൾ ഏകദേശമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വെല്ലം ഉരുകിയതായോ നോക്കട്ടെ. ഏകദേശം വെല്ലം ഉരുക്കിയതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെല്ലത്തിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. നമുക്ക് വെല്ലം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെല്ലം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട് ഗൈസ്. ഉരുക്കിയ വെല്ലം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതിനോട്ട് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. വെല്ലവുമായിട്ട് വെല്ലവും പഴവും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കാം. എല്ലാം കൂടി വെല്ലത്തിൻ്റെ കൂടി ഒന്ന് വരണ്ട് വരണം. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് വരണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് വരിക. പഴവും വെല്ലം എല്ലാം കൂടി നല്ല ഇതായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്ക് മൂന്നാമത് പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ശേഷം അതൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ അടുത്ത രണ്ടാമത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ വേസുക നമ്മളെ പഴലിൽ ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. വെല്ലം ഉരുക്കിയ നല്ലോണം ഇതിൽ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കിടന്നൊന്നാവട്ടെ. ഇനി മൂന്നാമത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം പഴത്തിന് ഇങ്ങനെ നമുക്ക് അടിച്ച് ചേർക്കാൻ പറ്റില്ല. ഇപ്പം ആകുന്ന മാത്രമേ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പരമാവധി എല്ലാം അടിച്ച് ചേർക്കാൻ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിച്ചാൽ കുഴപ്പമില്ല. എന്നാലും നല്ല ശരിക്ക് ഇതായി കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അധികം കടിച്ചു കഴിഞ്ഞാലും രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ പാലാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് വരണ്ട് വരട്ടെ. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പാല് നമുക്ക് ഒഴിക്കാം. ഇത് വരണ്ട് വന്നു കഴിഞ്ഞാൽ ഗൈസ് മൂന്നാമത്തെ പാൽ ഒഴിച്ചിട്ട് ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ പാൽ ഒഴിച്ചാലോ? രണ്ടാമത്തെ പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ പാൽ.
രണ്ടാമത്തെ പാൽ ഒഴിച്ചു. ഇനി ഇതൊന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ മുമ്പാൽ ആദ്യത്തെ പാൽ, തേങ്ങ പിഴിഞ്ഞ് ആദ്യത്തെ പാൽ, വെള്ളം ചേർക്കാതെ നമ്മൾ പിഴിഞ്ഞെടുക്കില്ലേ അത്. ബാക്കി എല്ലാത്തിനും കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ പാൽ പിഴിഞ്ഞെടുക്കുക. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പെല്ലാം വറുത്തിടാം. അപ്പോൾ പ്രഥമൻ്റെ പരിപാടി അതിനാൽ കഴിഞ്ഞു. അപ്പോൾ ഇതും ഒന്ന് നല്ല അടിപൊളിയായിട്ട് പതച്ച് കുറുകി വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ, എന്നിട്ട് അടുത്ത പാൽ ഒഴിക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് കുറുകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മുമ്പാൽ പറഞ്ഞു കൊടുക്കാം. അടുത്ത പാൽ മുമ്പാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിളക്കണ്ട, ഒന്ന് ചൂടാവുകയും വേണ്ടു. അപ്പോൾ അതെടുക്കാം. അപ്പം ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഗൈസ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കായും നല്ലോണം പൊടിയാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയും ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇത് തരി ഉപ്പ് ചേർക്കാം. ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയായി ഗൈസ്. നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പഴപ്രഥമൻ. അപ്പം ഞാനിതാ വാങ്ങി വെക്കുന്നുണ്ട്. ചൂടായിട്ടുണ്ട്, പതക്കണ്ട. മുമ്പാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതക്കണ്ടെന്നാണ് കണക്ക്. പൊട്ടാസും മുട്ടെന്ന് വെച്ച് വെക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്ന് വറവിടും. അതുകൂടിയായ പ്രഥമൻ്റെ പരിപാടി ഗംഭീരമായി. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം റെഡി. സ്പൂണെടുത്ത് ചക്ക, ഇല്ലെങ്കിൽ നമ്മളെ അണ്ടിപ്പരിപ്പെല്ലാം കരിഞ്ഞു പോകില്ലേ. ഇതാ ഏകദേശം അണ്ടിപ്പരിപ്പെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നെയ്യടക്കം ഒഴിച്ച് കൊടുക്കാം. നെയ്യടക്കം ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി. അപ്പോൾ കണ്ടല്ലോ ഇതാ. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മളെ പഴപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ബൈ, വീണ്ടും മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം.